കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയ ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ പിടിമുറുക്കുന്നു. ഏക്നാഥ് ഷിൻഡെ പറയുന്നത് തനിക്ക് ആഭ്യന്തരം വേണം, ഒപ്പം തന്നെ സ്പീക്കർ സ്ഥാനം മഹാരാഷ്ട്ര നിയമസഭയിൽ വേണം. ഇത് രണ്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ മന്ത്രിസഭയിലേക്കില്ല എന്നും തങ്ങളുടെ 57 MLA-മാർ ഈ ഫട്നാവിസിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്നുമാണ് ഇപ്പോൾ ഷിൻഡെ പറഞ്ഞിരിക്കുന്നത്. NDA യോഗം ഷിൻഡെ ബഹിഷ്കരിച്ചു. ഷിൻഡെ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഷിൻഡെ അതിനെക്കുറിച്ച് പറഞ്ഞത് തനിക്ക് പറയാനുള്ളതെല്ലാം താൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. ദില്ലിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് തിരിച്ചെത്തിയ ഷിൻഡെയാണ് ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ മഹാരാഷ്ട്രയിൽ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. ശരത് പവാറിൻ്റെ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും NDAയിലേക്ക് മടങ്ങാനുള്ള നീക്കവും നടക്കുന്നു. ഒരുപക്ഷെ ഉദ്ധവിൻ്റെ വഴിയാകും ഷിൻഡെ സഞ്ചരിക്കുക. ഈ പുറത്തു നിന്നുള്ള പിന്തുണയും സമ്മർദ്ദവും മുറുകുകയാണെങ്കിൽ പണ്ട് ഉദ്ധവിനെ പിളർത്തിയതുപോലെ ഷിൻഡെയും 4 or 8 ആക്കി BJP പിളർത്തിയേക്കാം. അങ്ങനൊരു ഭയവും ഷിൻഡെ പക്ഷത്തിനുണ്ട്. ഏതായാലും കേന്ദ്ര നേതൃത്വം, BJPയുടെ കേന്ദ്ര നേതൃത്വം ഷിൻഡെയും അജിത് പവാറിനെയും ഫട്നാവിസിനെയും വീണ്ടും ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഷിൻഡെ അവസാനമായി പറഞ്ഞത് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞാൽ താൻ എന്തും അനുസരിക്കുമെന്നാണ്. ഇതിനു മുൻപും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. ഏതായാലും മന്ത്രിസഭാ രൂപീകരണത്തിന് ഷിൻഡെ വിഭാഗത്തിന് പിന്തുണ ഇല്ല എങ്കിൽ പോലും BJPക്ക് ഭരിക്കാൻ കഴിയും. കാരണം അജിത് പവാറിൻ്റെ പിന്തുണ ഉണ്ടവർക്ക്. കൂടുതൽ പിന്തുണയ്ക്കായി ഒരുപക്ഷെ ശരത് പവാറും ഉദ്ധവും വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം മഹാരാഷ്ട്ര രാഷ്ട്രീയം അങ്ങനെയാണ്. അനുദിനം മാറി മറിയുന്ന രാഷ്ട്രീയ ട്വിസ്റ്റുകൾ ഉള്ള ഒരു ഇടം കൂടിയാണ് മഹാരാഷ്ട്ര. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.